നമ്മൾ ഗൗരവത്തോടുകൂടെ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊന്ന്, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മുടെ പണത്തിന്റെ സക്കാത്താണ്. നമ്മുടേതായ ശമ്പളം പ്രവാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ബാധിക്കുന്നത് അതാണ്. നമുക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ സക്കാത്ത്. എങ്ങനെ ശമ്പളത്തിന്റെ സക്കാത്ത് കൊടുക്കും? ഇസ്ലാം അതിന് നിശ്ചയിച്ചിട്ടുള്ള പരിധി 595 ഗ്രാം സിൽവർ, വെള്ളി. 595 ഗ്രാം സിൽവറിന്, വെള്ളിക്ക് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് എത്രയാണെന്ന് നമ്മൾ നോക്കണം. ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഞാൻ നോക്കിയിട്ടില്ല. പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു 35 എത്ര, 35,000 എത്രയൊക്കെ കണക്ക് എനിക്കറിഞ്ഞത്. എന്തായിരുന്നാലും അത്ര 595 ഗ്രാം വെള്ളിക്ക് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് എത്രയാണെങ്കിൽ അതിന് സമാനമായ, അതിന് തുല്യമായ ക്യാഷ് കറൻസി, ഇന്ത്യൻ രൂപയോ UAE ദിർഹമോ ഖത്തരി റിയാലോ സൗദി റിയാലോ അമേരിക്കൻ ഡോളറോ അതല്ലെങ്കിൽ കുവൈറ്റി ദീനാറോ ബഹ്റൈൻ ദീനാറോ അതല്ലെങ്കിൽ ഏത് നാട്ടിലെ കറൻസി ആവട്ടെ, തത്തുല്യമായ ധനം നമ്മുടെ കയ്യിൽ ഒരു വർഷം തികഞ്ഞ് നമ്മുടെ അടിസ്ഥാനപരമായ ചെലവുകൾ കഴിച്ച് മിച്ചമുണ്ടെങ്കിൽ നാം സക്കാത്ത് കൊടുക്കണം. ചെലവ് കഴിച്ചിട്ടല്ലേ സക്കാത്ത് എന്ന് പറയുമ്പോൾ ചെലവ് എന്ന് പറയുന്ന വൃത്തത്തെ ഒരാൾക്ക് എത്രയും വലുതാക്കാം. ഇസ്ലാം പറയുന്നത് അൽ ഹവായിജുൽ അസ്ലിയ്യ, അടിസ്ഥാനാവശ്യങ്ങൾ എന്നാണ്. അടിസ്ഥാനപരമായ നമ്മുടെ ചെറിയ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ അല്ലാതെ ധാരാളിക്കല്ല. അങ്ങനെയാണ് ഇവന് 10,000 ലക്ഷങ്ങൾ കിട്ടണമെന്നും ചെലവഴിച്ചൊന്നുമില്ല, എന്തും ചെലവാക്കിക്കൂടെ? അതുകൊണ്ട് ഇസ്ലാം പറയുന്ന അവന്റെ പടച്ചവനെ പേടിയുള്ള ഒരു മനുഷ്യൻ അയാളുടെ അത്യാവശ്യമായ തന്റെയും തന്റെ കുടുംബത്തിന്റെയും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സകൾ പോലെയുള്ള അത്യാവശ്യമായ കാര്യങ്ങൾക്കുള്ള ചെലവുകൾ കഴിച്ച് മിച്ചം വരുന്ന സംഖ്യ ഒരു വർഷം തികഞ്ഞ് 595 ഗ്രാം വെള്ളിയുടെ ആ വിലക്ക് മൂല്യത്തിന് തുല്യമായതുണ്ടെങ്കിൽ അതിൽ നിന്ന് 2.5%, 2.5% അവൻ സക്കാത്ത് കൊടുക്കണം. 100 രൂപയ്ക്ക് 2.5 രൂപ, 1025, 10,250, 1,00,000 2,500. ഇത്രയല്ല ചോദിക്കുന്നു, ഇത്രയെ കൊടുക്കാനാണ്. അതിന് മനുഷ്യന് എന്തൊക്കെയോ ന്യായം പറയാം, അതിനെന്തൊക്കെയോ കണക്കൂട്ടാ. ഇത് അത്ര ആയിട്ടില്ല, അവിടെ എത്രണ്ട്, ഇവിടെ എത്രണ്ട്, എന്തും നമ്മളെപ്പോഴും മനസ്സിലാക്കുക. ഈ ദുനിയാവിൽ ഒരാളും നമ്മളോട് കണക്ക് ചോദിക്കൂല, ഉറപ്പാ. എല്ലാവരും സമാധാനിച്ചിരുന്നോളൂ, ഇവിടെ ആരും നമ്മളോട് കണക്കൊന്നും ചോദിക്കൂല. എന്റെ ക്യാഷ് എത്ര, എന്റെ ബാലൻസ് എത്ര, എന്റെ പെണ്ണിന്റെ പേരിലെ പൊന്നെത്ര, അവിടെത്ര ഇവിടെത്ര വരുമാനം, ആരും ചോദിക്കൂല. പക്ഷേ മരണത്തിന്റെ ഒരു നിമിഷം വരാനുണ്ട്. ആ നിമിഷത്തിൽ ഓരോ മനുഷ്യരും ആഗ്രഹിച്ചു പോകും, കൃത്യമായി ഇതിന്റെ അളവുകൾ നോക്കി കണക്കുകൂട്ടി കൊടുത്തിട്ടില്ലാത്ത ഓരോ മനുഷ്യരും ഓർത്തുപോകും, റബ്ബി എന്റെ രക്ഷിതാവേ, ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരടുത്ത അവധിയിലേക്ക് നീ എന്നെ ഒന്ന് ചിന്തിച്ചിട്ട് തന്നെങ്കിൽ ഫഅസ്സദ്ദഖ, ഞാൻ സദഖ ചെയ്തോളാം, സക്കാത്ത് കൊടുത്തോളാം, വഅകും മിനസ് സാലിഹീൻ, ഞാൻ സദ്വൃത്തരിൽ പെട്ടുകൊള്ളാം. അതുകൊണ്ട് ഈ ലോകത്ത് ഒരാളും നമ്മെ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യാനും കൺട്രോൾ ചെയ്യാനുമില്ലെങ്കിലും എന്റെ ധനത്തിന്റെ ആസ്തി എത്രയാണെന്ന് ഒരു ചില്ലിക്കാശ് പോലും മറയാതെ മുഴുവനും അറിയാവുന്ന സർവ്വലോക പരിപാലകനായ റബ്ബിന്റെ കോടതിയിൽ കണക്ക് പറയേണ്ടുന്ന ആളാണ് ഞാനെന്ന ബോധത്തോടെ കൃത്യമായി എന്റെ ശബ്ദം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും മനസ്സിലാക്കുക. അത് മാത്രമേ സുഹൃത്തുക്കളെ നമുക്ക് മുമ്പിൽ കരണീയമായിട്ടുള്ളൂ. അതുകൊണ്ട് ചിന്തിക്കുക, ശമ്പളം കിട്ടുന്നവരെങ്ങനെ സക്കാത്ത് കണക്കാക്കണം. നേരത്തെ പറഞ്ഞു, സമ്പത്തിന് ഒരു വർഷം തികയണം. ഒരു ജനുവരി മാസത്തിൽ കിട്ടിയ സാലറിക്ക് സക്കാത്ത് നിർബന്ധമാകുന്നത് അടുത്ത ജനുവരി എത്തുമ്പോഴാണ്. ഒരു കാര്യം കൂടെ പറയാം, ഇസ്ലാമിലെ സക്കാത്തിന്റെ മാനദണ്ഡമായി നമ്മൾ കണക്ക് കൂട്ടേണ്ടത് ഹിജിരി വർഷത്തെയാണ്, ഇംഗ്ലീഷ് നോക്കിയിട്ടല്ല. ജനുവരി മുതൽ ജനുവരി വരെ എന്നതല്ല കണക്ക് കൂട്ടേണ്ടത്. ഒരു ശഅബാൻ മുതൽ ഒരു ശഅബാൻ വരെ, ഒരു റമദാൻ തൊട്ട് റമദാൻ വരെ, ഒരു മുഹറം തൊട്ട് മുഹറം വരെ, ഒരു റബീഉൽ അവൽ തൊട്ട് റബീഉൽ അവൽ വരെ. അറബി മാസമാണ് ഒരു കൊല്ലത്തെ കണക്കാക്കാനുള്ള മാനദണ്ഡമായി ഇസ്ലാമിലെ ഇബാദത്തായ സക്കാത്തിന്റെ കാര്യത്തിൽ നമ്മൾ മാനദണ്ഡമാക്കേണ്ടത്. അതെല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്.
അങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. അങ്ങനെ കണക്ക് കൂട്ടുമ്പോ ശഅബാനിൽ എനിക്ക് കിട്ടിയ ശമ്പളത്തിന്റെ സക്കാത്ത് എനിക്ക് നിർബന്ധമാകണമെങ്കിൽ അടുത്ത ശഅബാൻ തരണം. അങ്ങനെ ഞാൻ ഓരോ മാസവും ഇങ്ങനെ കണക്ക് കൂട്ടി നിൽക്കുമ്പോൾ എല്ലാ മാസവും അങ്ങനെ സക്കാത്ത് കൊടുക്കേണ്ടി വരും. അടുത്ത ഓരോന്ന് കൊല്ലം ചെയ്യണം. അതുകൊണ്ട് പ്രായോഗികമായി നമ്മോട് പണ്ഡിതന്മാരൊരു കാര്യം പറഞ്ഞു, നിനക്കൊരു വർഷത്തിൽ കിട്ടുന്ന ശമ്പളം ആകെ കണക്കാക്കുക. ഒരു വർഷത്തിൽ കിട്ടുന്ന ശമ്പളം കണക്കാക്കുക. ആ ശമ്പളത്തിൽ നിന്ന് നിന്റെ ഓരോ മാസങ്ങളിലുമുള്ള അത്യാവശ്യമായ ചെലവുകൾ കിഴിക്കുക. നിനക്ക് കിട്ടാനുള്ള കടങ്ങൾ, കിട്ടുമെന്നുറപ്പുള്ള കടങ്ങൾ ഇതിലേക്ക് പ്ലസ് ചേർക്കുക, ആഡ് ചെയ്യുക. നിനക്ക് നീ കൊടുക്കൽ ബാധ്യസ്ഥമായിട്ടുള്ള ആ വർഷം തന്നെ നീ കൊടുക്കണം. ഇല്ലെങ്കിൽ നിനക്ക് പ്രശ്നമാണെന്ന് ഉറപ്പുള്ള കടങ്ങളുണ്ടെങ്കിൽ ആ കടങ്ങൾ അതിൽ നിന്നും മൈനസ് ചെയ്യുക. ബാക്കി വരുന്ന സംഖ്യ ടോട്ടൽ കണക്ക് കൂട്ടിയിട്ട് ഈ 595 ഗ്രാം സിൽവറിന്റെ വാല്യൂവിനോട് ഈക്വലായി തുല്യമായി വരുന്നുണ്ടെങ്കിൽ ആ സമ്പത്തിന്റെ 2.5% ഈ സക്കാത്ത് കൊടുക്കണം. വളരെ ക്ലിയറാണ്, വളരെ ക്ലിയറാണ്. കൊടുക്കാൻ വിചാരിക്കുന്നവർക്ക് ക്ലിയറാണ് കണക്ക്, പ്രശ്നമൊന്നുമില്ല. അപ്പൊ പിന്നെ എങ്ങനെ കൊല്ലം തികയാനെങ്ങനെ സക്കാത്ത് കൊടുക്കരുത്? നിങ്ങൾക്ക് സക്കാത്ത് എന്ത് ചെയ്യാം? ചിന്തിക്കാനാ പാടില്ലാത്ത മുമ്പ് കൊടുക്കാം. ശഅബാനിലെ സക്കാത്ത് കൊടുക്കാൻ അടുത്ത ശഅബാനിലെ പറ്റുള്ളൂ. പക്ഷെ കൊല്ലം തികയങ്ങൾ എങ്ങനെ ശഅബാനിൽ പോയി അതിന്റെ മുമ്പ് റജബെത്തി. റജബിലെ സാലറിയുടെയും നിങ്ങൾ സക്കാത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിൽ കൊടുക്കാം, ശഅബാൻ തന്നെ കൊടുക്കാം. ചിന്തിക്കാനാണ് പാടില്ലാത്ത, മുന്നോട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അതുകൊണ്ട് കൊല്ലത്തിലുള്ള നമ്മുടെ സമ്പത്ത് കണക്ക് കൂട്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ കറൻസിയുടെ സക്കാത്ത് കണക്കാക്കേണ്ടത്. ആ കറൻസി പണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാലറി മുഖേന വരുന്ന പണമാകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കച്ചവടത്തിലൂടെ വരുന്ന പണവും ആകാം. കച്ചവടക്കാരൻ എങ്ങനെ സക്കാത്ത് കണക്കാക്കണം? ഒരു ഷോപ്പിന്റെ ഉടമയാൾ എങ്ങനെ സക്കാത്ത് കണക്കാക്കണം? അയാളുടെ സക്കാത്തിന്റെ കാൽക്കുലേഷൻ ഡേറ്റ് എത്തിക്കഴിഞ്ഞാൽ എല്ലാ മുസ്ലിമീങ്ങൾക്കും ഉണ്ടാവും ഒരു കാൽക്കുലേഷൻ ഡേറ്റ്, കണക്ക് കൂട്ടുന്നൊരു ദിവസം. ആ ഡേറ്റ് എത്തിക്കഴിയുമ്പോ ഷോപ്പിലുള്ള മുഴുവൻ സാധനങ്ങളുടെയും സ്റ്റോക്ക് എടുക്കണം. ഒരു സൂപ്പർ മാർക്കറ്റാണ്, അതൊരു ഗ്രോസറിയാണ്. അയാളുടെ മുഴുവൻ സാധനങ്ങളുടെ സ്റ്റോക്ക് എടുത്തു. മുഴുവൻ അവിടെ ഷോപ്പിലുള്ള വിൽപ്പനക്ക് വെച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും കണക്കെടുപ്പ്. അവിടെയുള്ള ഷെൽഫല്ല, അവിടെയുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയുള്ള ഫ്രിഡ്ജോ സെല്ലാതെയോ ഒന്നും ഇതിൽ കൂട്ടേണ്ടതില്ല. വിൽപ്പനക്ക് വെച്ചിട്ടുള്ള വസ്തുക്കൾ സ്റ്റോക്ക് എടുക്കുക. അതിന് നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ നിങ്ങൾ വിൽക്കുന്ന അതിന്റെ വില കണക്ക് കൂട്ടുക. ആ സ്റ്റോക്ക് എടുപ്പ് നടത്തിയിട്ട് നിങ്ങളുടെ മൂലധനം അതിന്റെ കണക്കെടുത്ത് ഒരു വർഷം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആദായവും കണക്ക് കൂട്ടിയിട്ട് രണ്ടെണ്ണായി, സ്റ്റോക്ക് അതുപോലെ തന്നെ ആദായം, വരുമാനം. നിങ്ങൾക്ക് കിട്ടാനുള്ള കടവും അതിലേക്ക് കൂട്ടിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള കടം അതിൽ നിന്ന് കിഴിച്ചിട്ട് നിങ്ങളുടേതായ അത്യാവശ്യമായ ചെലവുകൾ അതിൽ നിന്ന് എല്ലാ സമ്പത്തൊന്നും ചെലവ് കഴിക്കേണ്ടതുണ്ടോ? കച്ചവടക്കാരൻ കച്ചവടത്തിൽ നിന്നും ചെലവ്, അത് എല്ലാത്തിനും തന്നെ ചെലവ് കഴിക്കുക, അങ്ങനെയല്ല. അതൊക്കെ പഠിച്ചോന്നറിയാം. ഓരോന്നിന്റെ സക്കാത്ത് കൂട്ടുമ്പോഴും ചെലവ് കഴിക്കാം, ആഭരണം നോക്കുമ്പോഴും ചെലവ് കഴിക്കാം, അപ്പോഴും ചെലവ്. ഫീസ് കൊടുത്തതും ഇലക്ട്രിസിറ്റിയും വാട്ടറും കണക്കൂട്ടുക. കച്ചവടക്കാരൻ അപ്പോഴും കൂട്ടുക, ആളൊന്നല്ലേ, അയാളൊന്നല്ലേ. ഇതൊക്കെ അള്ളാന്റെ അടുത്താ കണക്കേ, വേറെ ഒരു സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥനും ഇവിടെ വരൂല. അള്ളാന്റെ കോടതിയിലെ കണക്കാണ്. അതുകൊണ്ട് ഓരോന്നും ചെലവുകൾ കഴിച്ച് ബാക്കി വരുന്ന സംഖ്യ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. 1,02,500 അള്ളാഹു ആവശ്യപ്പെടുന്നുള്ളൂ. അങ്ങനെ സക്കാത്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ ശമ്പളത്തിന്റെ സക്കാത്ത്, കച്ചവടക്കാരൻ കച്ചവടത്തിന്റെ സക്കാത്ത്, വാടക ഇനത്തിലൂടെ വരുന്ന സമ്പത്ത് അതിൽ നിന്ന് അതിന്റെ വിഹിതം ഒക്കെ നമ്മുടെ കാശിലേക്ക് വരികയാണ്. ഷെയർ ഉടമകളുണ്ടാകും. ഷെയർ ഓരോ സ്ഥാപനങ്ങളിൽ ഷെയർ നിറക്കിയിട്ടുണ്ടാവും. ആ ഷെയറിന് സക്കാത്ത് ഇയാൾ കണക്ക് കൂട്ടുന്ന സമയത്ത് ഒരു വാല്യൂ ഉണ്ടാവും, ആ കമ്പനി നിശ്ചയിച്ച വാല്യൂ. ആ വാല്യൂ കണക്ക് കൂട്ടിയിട്ട് അയാൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഇൻകം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് 2.5% സക്കാത്ത് കൊടുക്കണം. വാല്യൂ ഇടിഞ്ഞെങ്കിൽ ഇടിഞ്ഞ കൂട്ടിക്കോ, കുറവ് കൂട്ടിക്കോ. ഇങ്ങനെ സക്കാത്ത് കൃത്യമായി കൊടുക്കണം. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന സ്വർണ്ണ ദീനാറ് അതുപോലെ തന്നെ വെള്ളി, ഇതിന്റെ പകരമാണ് നമ്മളും ഉപയോഗിക്കുന്ന കറൻസി. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് 20 ദീനാറും 200 ദിർഹമും ഏതാണ്ട് വാല്യൂവിൽ, മൂല്യത്തിൽ ഈക്വലായിരുന്നു, തുല്യായിരുന്നു.
അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ നാണയ സമ്പത്ത് കണക്ക് കൂട്ടുമ്പോ കറൻസി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഓരോരുത്തരും നോക്കുക, ശമ്പളത്തിന്റെ സക്കാത്ത് എത്രയാണ് തനിക്ക്, ബാങ്ക് ബാലൻസ് എത്ര ഉണ്ട് നോക്കണം, ബാങ്കിൽ എത്ര കിടപ്പുണ്ട്,